ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞു വരുന്നത് ഇന്നത്തെ പരിപാടി ചിങ്ങായിമാരെ കൂടെ ഒരു കറക്കാം. എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു എടുത്തോടെ വന്നു ഇവിടെ വന്ന് നോക്കുമ്പോ പത്തിരിയും കടലക്കറിയാ. നമ്മൾ ഫസ്റ്റ് ആയി പോയി ഗായ്സ്. ഇപ്പൊ കണ്ടില്ലത്തെ ചായ അടിച്ച് കുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഓരോരുത്തർ വരണം. കമ്പനിക്കാരുടെ ഇടയിൽ ഇത് പതിവാണ്. ഇന്ന് ഞാൻ ഫസ്റ്റ്, ബാക്കി എല്ലാവരും ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ ചായ അടിക്കുന്നു. ഒരുത്തന് പുറയുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരുത്തന് ഇതാ 10 മിനിറ്റ് എന്ന് വന്നിട്ട് എല്ലാം കൂടി ആകുമ്പോൾ 2 മണിക്കൂർ. അതിൻ്റെ ഉള്ളിൽ എത്തായാലും എത്താൻ മതി എല്ലാവരും. 10 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞു ഇതാക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. 1/2 മണിക്കൂറായിട്ടേ ഉള്ളൂ. അധികം ടൈം ഇല്ല. ഇനിയിപ്പം വരാന്നല്ല പറഞ്ഞ്, ഇനി 10 മിനിറ്റ് കൊണ്ട് വരാന്ന് പറഞ്ഞ്. മറ്റവനോട് പറഞ്ഞ് ഇപ്പം വരാന്ന്. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് ഓൺ ദ വേ ആന്നാ പറഞ്ഞത്. എത്രയും ടൈം പോസ്റ്റ് ആക്കി ഒരുത്തനും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം വരാന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കിയ ചെങ്ങായാണ്. ഇനി എത്ര നേരം അടുത്ത് പുറപ്പെട്ടിട്ട് മറ്റേ രാംജിറാവ് സിനിമയില് തിലകം മറ്റേ ഇന്നസെന്റ് പറയുന്ന മാതിരി ഞാൻ 1/2 മണിക്കൂർ മുന്നേ പുറപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇത് അടക്ക പറിക്കാൻ പോയതോ? അടക്ക പറിച്ച് കഴിയണ്ടേ? ഞാൻ കിണങ്ങിയാണ്. അയ്യോ നിശാല ഹാഫാ. ഇതിലേക്ക് എത്ര ആൾ കൂടി ഒരാളെ? അൻസലു, മുനീഷ് ഉണ്ടോ? മുനീഷിന്റെ ഒന്നല്ല. നീ വിളിച്ചില്ല? എല്ലാരും വിളിച്ചു. ഞാൻ എന്റെ ആവശ്യമായി പോയി തിന്നുണ്ടല്ലേ. ലാസ്റ്റ് ആള് ജോയിൻ ചെയ്തു. ലാസ്റ്റ് ആളല്ല, കോഴിക്കോട് എപ്പോ നാശികേ അന്നോട് 1 മണിക്ക് എത്തിക്കണോ ആംബുലൻസ്? നിർബന്ധിച്ചാ വരൂലെന്ന് ഇങ്ങനെ പറയുള്ളൂ. നമ്മൾ പൊളിച്ചു നോക്കിയാ നമ്മള് മീനോളത്ത് പോയല്ലേ അറിയാണ്ട് പറഞ്ഞു പോയി. തന്നെ പോണോ? ഇപ്പം പോയിക്കുന്നതാ ചാമ്പുന്നാ ഇന്നലെ പോയി. കേട്ട് പോയാൽ മതി. ലൈറ്റാ കൊടുത്ത് തിന്നടക്കി. ഇത് മീനോളം പോവാനിപ്പോ സമ്മതിക്കൂലോ? സമ്മതിക്കൂല. നല്ല ഇത് തന്നെയല്ലോ കണ്ടിട്ട്. 4 മണി 2 സ്പെഷ്യൽ ഒന്നും കിട്ടൂല. എന്ത് പേര് മീനോളം. രണ്ടഭിപ്രായം വന്ന് മീനോളം പറഞ്ഞ ചെപ്പതിരിക്കും. അവിടെ പോയിട്ട് രസമല്ലെങ്കിൽ വിളിച്ചോക്കട്ടെ. എന്നാ വിളിച്ചോക്ക്. എന്താ വിളിച്ചോക്കാൻ എനിക്ക് മാണ്ടിയെന്ന് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. അല്ല, അസ്രാറിനെ ഞാൻ എല്ലാം എടുത്തിടും. എത്തൂലട്ടോ അസ്രാർ ഇനി കുളിക്കുന്നത് വരെ അസ്രാറിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടുള്ള ട്രിപ്പാ. സമ്മതിക്കാതെ അർജന്റീന കളിച്ചിട്ട് ജയിച്ചത്. അർജന്റീന ഇഷ്ടല്ല. കല്യാണം കഴിക്കാൻ പറഞ്ഞില്ല. ഇഷ്ടല്ല കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് വേൾഡ് കപ്പ് ആണ്. ടീമിലാണല്ലോ നിക്കല്. ഇപ്പൊ അർജന്റീനക്ക് ഇഷ്ടല്ലടോ. എന്താക്കാനാ? ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാൻ പോകുന്നത് ബെറ്റിൽ നോക്കിട്ട് പ്രാവശ്യം ഇങ്ങനെ തിന്നുന്ന അത് നമ്മൾ പ്രശ്നമല്ല. നമ്മൾ അർജന്റീന എതിരാണോ നമ്മൾ വെച്ച് കഴിയും. എന്നോടങ്ങി വയ്ക്കോ. ഇനിയിപ്പോ ഏതായാലും കഴിഞ്ഞേ പോട്ടെ. ടീം പോർച്ചുഗൽ. കഴിഞ്ഞല്ലോ എന്താ ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കും. റൊണാൾഡോ നിശ്ചയം കൊണ്ടായിരിക്കും. റൊണാൾഡോ കളിക്കണ്ടേ? മുമ്പ് കളി കളിച്ചാൽ എന്ത് ചെയ്യാനാ? നിർത്തില്ല. കളിക്കുന്നുണ്ട് കാര്യം. റൊണാൾഡോ കളിക്കണ്ടല്ലാണ്ട് അടുത്ത പ്രാവശ്യം അർജന്റീനക്ക് വരുവാന്ന് ഇവര് ചോദിക്കുന്നുണ്ട്. വരുവാന്ന് അതാ ബാപ്പി ഇപ്പൊ ചോദിച്ചല്ലോ. അർജന്റീനക്ക് വരൂല.
വരൂല. പറഞ്ഞാലും വേണ്ടില്ല. അർജന്റീന സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ആഘോഷം വേണ്ട. റേസിസം കൂടുതൽ അവർക്ക്, അതാക്കി തീരെ ഇഷ്ടമല്ല. അങ്ങനത്തെ കേസൊക്കെ അവന്റെ അടുത്തുണ്ട്. കളിന്റെ ടൈമിന് ഇങ്ങനത്തെ കളീന്റെ ടൈം വിവരവും ഇല്ലാണ്ടായി പഠിക്കുന്ന ടൈമിൽ സ്കൂളിൽ പോണ്ടിട്ടോ ഇതൊക്കെ മനസ്സിലാവുന്നത്. എന്റെ കുഞ്ഞാവിടെ തലിക്കൊക്കെ കോളേജ് പോയില്ല. എന്തിനാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? കളിനെ കുറിച്ച് പറയുമ്പോ കളിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നത്? എന്താ എടാ അവര് ചെയ്യുന്നതാ പറയുന്നത്. നീ ന്യൂസ് ഒന്നും കാണുന്നില്ല. ഇന്നലെ കണ്ടില്ലേ? ഇന്നിപ്പോ ഒരു ഫ്ലെക്സ് ഒക്കെ പൊന്തിച്ചാണ്ടില്ല രാഷ്ട്രീയപരമായിട്ടുള്ള പലതും പറയും. ഒരാൾ ജയിച്ചു ചെയ്യാൻ പാടില്ലാത്ത പരിപാടികളാ. അതന്നെ പറഞ്ഞേ. കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറഞ്ഞ മാതിരി പോലെ, അല്ലാണ്ട് കളി ഉണ്ടായിട്ടില്ല. പൈസയാണ് കയ്യൂക്കല്ല, പൈസ അല്ല വൈ കളിക്കുന്നുണ്ട്. ശരിയാ, 80 മിനിറ്റ് കളിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമല്ല കളിയല്ലേ, നമുക്ക് ഇഷ്ടമല്ലാന്നല്ലോ. പക്ഷെ ഇഷ്ടപ്പെടണ്ട, ഇഷ്ടമല്ല അർജന്റീനക്ക് ഇഷ്ടമല്ല, മെസ്സിനെ ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമല്ലായിട്ടല്ലേ, ജെസ്സിന്റെ കളി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമല്ലല്ലോ. റൊണാൾഡോ ഫാൻ. റൊണാൾഡോ ഫാനായ ഒരു വ്യക്തി മെസ്സിന്റെ ഫാൻ ആവൂല? മെസ്സിന്റെ ഫാൻ അല്ലല്ലോ ഞാൻ. കളി ആര് കളിച്ചാലും നമ്മളെ റൊണാൾഡോ ഫാനായ എങ്ങനെ മെസ്സിന്റെ ഫാനാകാൻ കഴിഞ്ഞു പറയും? എന്താ എങ്ങനെ പറയും? അങ്ങനെ പറ്റൂല. റൊണാൾഡോനെ ഇഷ്ടമാണ്. പിന്നെ എന്ത് ഫുട്ബോൾ പോയി? ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താ ഇനി ഉദ്ദേശിക്കുന്നത്? എന്താ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ? ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് റൊണാൾഡോനെ ഇഷ്ടപ്പെടാൻ പറ്റൂല എന്നാണ് ഇനി പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഇഷ്ടപ്പെടൂല. അർജന്റീന എനിക്ക് ഇഷ്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല. നമ്മുടെ ഫൈനലിലെങ്കിലും തോൽപ്പിച്ചിട്ട് അതിനും കൂടി വെച്ച് വെച്ചിട്ട് അതും കൂടി വേണ്ടില്ല. അതും കൂടി ആ തീരുമാനമായിരുന്നു. ഇത്രയും പോയി. സാർ റെഡിയാ? സാറേ എന്തിനും രണ്ടാമത്തെ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ പോകുന്ന ഫുഡായ കൊണ്ട് നമുക്ക് പ്രശ്നമല്ലേ ആശിക്ക്? സ്പെയിനെങ്കിലും കളിക്കായി കളിക്കായിട്ട് തോറ്റതാണ്. ഓരോ സാമാന്യ കളി കളിച്ചാൽ മതി. ഇവര് സാമാന്യ കളി അതല്ലടാ, പൈസ കൊണ്ടുപോയി കൊടുത്താടാ. 85ാമത്തെ മിനിറ്റിൽ പൈസ കൊടുത്തതാ. ചൂടൊന്ന് കുറച്ച് ഓടെല്ലാം ചെയ്തിരിക്കുന്നത് എന്ത് കാര്യം. മെസ്സി 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 മീനോളത്തിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ സമയത്രയാടോ 2 മണിയാവുന്നു. 4 മണിന്റെ ഉള്ളിൽ ഫുഡ് കിട്ടുന്നാ പറഞ്ഞത്. ഇപ്പൊ അത്രയും റഷാ. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മീനോളത്തിലെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ക്യൂ തൊണ്ട നനിക്കാൻ ഗൈസ്. ചത്തു. പേരെടുത്ത ടോക്കൺ നമ്പർ എത്ര? അൻസിന്റെ പേരുണ്ട്. അൻസിന്റെ പേരോട് എന്താണ് വിവരം പറഞ്ഞ ലിസ്റ്റ് എല്ലാം പോരണ്ടേ? ഇതല്ല മറ്റേ ആ ടോക്കൺ കൊടുത്തിട്ടുണ്ടല്ലോ. ജ്യൂസ് കുടിക്കാൻ കേറിയ ഷോപ്പില് ഒരു മിറർ കണ്ടില്ലേ? ബിബി ഇൻ വാഷ് ബേസ് ആണ് ഗൈസ്. ഭയങ്കര ഒരു നാച്ചുറൽ ഫീൽ. ജ്യൂസ് കുടിക്കാൻ കയറിയത് കാരണം മീനോളത്തില് മനസ്സിന് ഒന്ന് മൂത്രം കൂടി വയ്ക്കാൻ വിചാരിച്ചു. ഗൈസ്, ജെന്റ്സ്, ലേഡീസ്, ആശിക്കേ ബോർഡൊക്കെ നോക്കി കയറണ്ട ആശിക്കേ. ആശിക്കേ എടാ ലേഡീസിന്റെ കേറിയിട്ടില്ല മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോ ബോർഡും നോക്കി കുത്തിരിക്കുകയാണ് ഗൈസ്. ലേഡീസിന്റെ കയറി ആ ചങ്ങായി അവിടെ നിന്ന് പേര് വിളിക്കുന്നു. നമ്മളിവിടെ വീക്ഷിച്ചിരുന്നു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാത്തിരുന്ന് ഞങ്ങൾ ഉള്ളിൽ കയറി ഗൈസ്. ഉള്ളിൽ കയറി ഇനി തിന്ന് കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം.
അങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇലയിലേക്ക് വന്നു. അങ്ങനെ തണുത്ത വെള്ളം കഴിഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. തണുത്ത വെള്ളമല്ല, ഈ കാണുന്നത് ആണ് സൈഡ് ചോറ്. ഇനി മെയിൻ ഐറ്റംസ് ആയ മീനുകൾ കിടക്കാണ്. പായസവും കിട്ടിയിട്ടുണ്ട്. മീനുകൾ വന്നു. അതിലുള്ള എല്ലാം എടുക്കുന്നുണ്ട്. എന്നാ പിന്നെ എല്ലാം ഓരോന്ന് പറഞ്ഞാ പോരാ. ചെമ്പല്ലി അതിലുള്ള എല്ലാ മീനും കൂടി എല്ലാം വാങ്ങിച്ചു. സാറേ കുടിച്ചടിച്ച് തിന്നിരിക്കൂ. പറയുന്നുണ്ട് ഞാനൊന്നും സമയമില്ല. എല്ലാ മീനുകളും കൂട്ടിയിട്ട് ഡയറക്റ്റ് പോയിച്ചു. നമ്മളിപ്പോ സാറിന് ഇവിടം വരെ വന്നതിനുണ്ടോ കാര്യമുണ്ടോ? വെള്ളം തുറന്ന് പറഞ്ഞോളാം. നല്ല ടേസ്റ്റ് കാര്യമുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് സാധനമില്ല. വീഡിയോ എടുത്തിട്ട് വിട്ട് നമ്മളെ കഴിക്കുന്ന അയാളല്ലേ, അയാളത് കൂടി കുടിച്ചു. സാധനം എല്ലാം നല്ല രസമുണ്ട്. അയപ്പിനുള്ള സാധനം ഉണ്ട്. വീഡിയോ എടുത്തിട്ട് ഏത് വീഡിയോ എല്ലാം കൂടി കുടി കഴിച്ചിട്ട് മീനോളത്തിൽ വന്നിട്ട് ഇത്രയും കരിച്ചും പിടിച്ചതും ആർക്കെങ്കിലും ഇട്ടാൻ പറ്റും. അതായത് 16 പ്ലേറ്റിൽ ഏറ്റവും ഇങ്ങനത്തെ 16 പ്ലേറ്റ് ആവശ്യം മാത്രമല്ല കേട്ടോ. ഓനൊരു 10 ബാക്കി ഞങ്ങൾ പറഞ്ഞിട്ട് ഇവനൊക്കെ തിന്ന് ഞങ്ങൾ ക്ഷീണിച്ചു പോയി. അജാതി തീരാ അനങ്ങാൻ പറ്റുന്നില്ല. പണി കിട്ടിയ പ്ലേറ്റ് നോക്കിയിട്ട് ബില്ല് പറഞ്ഞു കൊടുക്കണോ? തിന്നവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. തിന്ന് കഴിഞ്ഞപ്പോ ബില്ല് പറഞ്ഞു കൊടുക്കാൻ പ്ലേറ്റ് നോക്കി കഴിഞ്ഞ് സാധനത്തിനെ പറഞ്ഞു കൊടുക്കണോ? എനിക്ക് ബില്ലടിക്കാൻ വേണ്ടിട്ട്. ഇതെന്താ ഇത് കടുക്ക അമ്മ കടുക്ക വെച്ചു. അതും കടുക്കണ്ടോ? കടുക്ക 4 കടുക്ക ഫസ്റ്റ് 2 പിന്നെ 4 ഇതാണ് മനസ്സിലാത്ത സാധനം. ഇത് കടിക്കണം. ഇത് 4 കടിക്ക. കൂന്തല് ചെമ്മീൻ. ഇത് മറ്റേ ചെറുപയർ ഇത് ചെമ്പല്ലി. ഇത് മത്തി. കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്താണ് അറിയാം. അത് മത്തി മത്തി മത്തി. ഇതെന്താ തേങ്ങ കിട്ടിയ മുമ്പിലായിരുന്നു കഴിച്ചതിന്റെ ബില്ലാട്ടോ പൈസ ആയിട്ട് എന്താ പറയാ. ആ ഒരു ഇത് നമുക്ക് കഴിഞ്ഞ് കിട്ടി. സന്തോഷമായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം എങ്ങനെ അടിച്ചില്ലേ? അഭിപ്രായം അപ്പേ അവന്റെ തീറ്റ കണ്ടപ്പോ തന്നെ അസ്രാനോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമല്ലോ. അവന്റെ തീറ്റ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കോണം എങ്ങനെ ഉണ്ട് ഭക്ഷണം എന്നുള്ളത്.